വാലണ്ടിയർ കിട്ടിയതിന് പിന്നാലെ പലവിധ പ്രസ്താവനകളുമായി അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ റോഡ്രി നിലവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ വാർത്തകളാണ് വരുന്നത്. റോഡ്രി അങ്ങനെ പറഞ്ഞു, റോഡ്രി ഇങ്ങനെ പറഞ്ഞു, റോഡ്രി വിനീഷ്യസിനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ മെസ്സിയെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റോഡ്രി പറഞ്ഞൊരു കാര്യം, വാലണ്ടിയറിൻ്റെ റാങ്ക് വന്നപ്പോൾ അതിൽ 2ാം സ്ഥാനത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കർവഹാലിനെ ആയിരുന്നു എന്ന് റോഡ്രി പറഞ്ഞ കാര്യം. വിനീഷ്യസ് 3ാം സ്ഥാനത്താണ് പറഞ്ഞത്. വിനീഷ്യസിന് 2ാം സ്ഥാനം പോലും ഇല്ല, 3ാം സ്ഥാനമാണ് റോഡ്രി പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച താരം ലയണൽ മെസ്സിയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ വാലണ്ടിയർ എനിക്ക് നേടാൻ കഴിഞ്ഞത് സ്ഥിരതയാർന്ന പ്രകടനം കൊണ്ടാണ് എന്നുള്ളത്. സ്ഥിരതയാർന്ന പ്രകടനം കൊണ്ടാണ് എനിക്ക് വാലണ്ടിയർ നേടാൻ കഴിഞ്ഞത്. പല താരങ്ങൾക്കും കഴിയാതെ പോകുന്നതും അതാണ്. സ്ഥിരതയാർന്ന പ്രകടനം ഇല്ലാത്തത് കൊണ്ടാണ് പല താരങ്ങൾക്കും വാലണ്ടിയർ പോലത്തെ അവാർഡുകൾ നേടാൻ കഴിയാത്തത് എന്നുള്ളത്. ഇപ്പോൾ പുതുതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, 2023 വാലണ്ടിയറും ഞാൻ അർഹിച്ചിരുന്നു എന്നുള്ളത്. ആൾറെഡി ഈ വാലണ്ടിയറിൻ്റെ ചടങ്ങിൻ്റെ മുന്നേ തന്നെ ആകെ സമൂഹ മാധ്യമങ്ങളിലെ മൊത്തം ചർച്ചയായിരുന്ന വിഷയമാണ് വിനീഷ്യസ് ജൂനിയറിനാണ് വാലണ്ടിയർ എന്നുള്ള കാര്യം. അതുപോലെ ചടങ്ങ് നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ റയൽ മാഡ്രിഡ് ടീം, അതുപോലെ താരങ്ങൾ ഉൾപ്പെടെ മൊത്തം പെരസ് ഉൾപ്പെടെ ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിച്ച് ആ ഒരു ചടങ്ങിലേക്ക് പാരീസിലേക്ക് പുറപ്പെടാൻ നിന്നിട്ട് അത് ക്യാൻസൽ ചെയ്ത കാര്യം, അങ്ങനെ വിനീഷ്യസിന് കിട്ടേണ്ട വാലണ്ടിയർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചർച്ചകൾ നടക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരുപാട് ചുറ്റുപാടുകൾ ഈ ഒരു വാലണ്ടിയറുമായിട്ട് മുന്നേ തന്നെ നടന്നു, അതിന് ശേഷവും നടന്നു. അതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ റോഡ്രി വന്നിട്ട് പല കാര്യങ്ങളും ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിലൊന്നും തോന്നും. ചിലപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കാം, അത് അദ്ദേഹത്തിന് പറയാം. എന്നാലും ഇപ്പോൾ നമുക്കറിയാമല്ലോ വിനീഷ്യസിൻ്റെ കാര്യം തന്നെ, അദ്ദേഹത്തിൻ്റെ പല സ്വഭാവങ്ങളും ആറ്റിറ്റ്യൂഡും പല ആളുകൾക്കും പിടിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാരണം മാത്രം അദ്ദേഹത്തെ വെറുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ റോഡിൽ വന്ന് പറയുമ്പോൾ ഒരുപാട്, ഇപ്പോൾ ഞാൻ തന്നെ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു അഭിപ്രായം കേട്ടോ, പല ആളുകൾക്കും അദ്ദേഹത്തോട് വിയോജിപ്പ് തുടങ്ങി. ഇപ്പോൾ സ്വയം പുകഴ്ത്തിയാണ്, അല്ലെങ്കിൽ വാലണ്ടിയർ നേടേണ്ടായിരുന്നു, വിനീഷ്യസിനെ തന്നെ കിട്ടിയാൽ മതിയോ എന്നുള്ള അഭിപ്രായക്കാരൊക്കെ. ഏതായാലും റോഡ്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 2023 വാലണ്ടിയറും എനിക്ക് കിട്ടേണ്ടതായിരുന്നു, അത് കിട്ടിയില്ല എന്നുള്ളത്.